ഇന്ന് നമുക്കുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ. അതേപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചെറുപ്പയർ കറിയും കൂടിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഈ പുട്ടും ചെറുപ്പയർ കറിയും. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ പുട്ടും ചെറുപ്പയർ കറിയായിട്ട് ഉണ്ടാക്കണേ. നമ്മളുണ്ടല്ലോ ആദ്യം കുക്കറിൽ 1 കപ്പ് ചെറുപ്പയർ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തലേദിവസം ഇടാൻ മറക്കുകയാണെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ചെറുപ്പയർ കുതിർത്തിയതിന് ശേഷം മാത്രമേ കറി വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണു. പിന്നെ ഇതിലേക്ക് വേണ്ടത് നോക്കിയേ, ഒരു ചെറിയൊരു സബോളയാണ്. അത് നമുക്കിതിലേക്ക് ചെറുതാക്കി നോക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി, കണ്ട ചെറിയൊരു തക്കാളി തന്നെയാട്ടാ, അധികം വലുപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ തക്കാളി തന്നെയാട്ടാ, അതും ചെറുതാക്കി തന്നെ നുറുക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, അതിപ്പോ ഇതാ ചെറുതാക്കി തന്നെ നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടാ. നമ്മുടെ വെള്ളച്ചൂനിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് പച്ചമുളകായാലും കുഴപ്പമില്ല, അത് നടുകീറി ഇതിലേക്ക് ഇടണു കേട്ടാ. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നോക്കിയാൽ 1 ടീസ്പൂണ് ഉപ്പും പൊടിയാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വെള്ളം നമ്മൾ എപ്പോഴും ഒഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ചെറുപ്പയർ മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം കൂടുതൽ വെള്ളം ഒഴിച്ചാലേ നമുക്ക് നന്നായി ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പൊ അത് കാരണമാണ് കൂടുതൽ ഒഴിക്കാതിരിക്കാൻ പറയണേ കേട്ടാ. ഇപ്പൊ ഇതാ ചെറുപ്പയർ കൃത്യം മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് ഇതാ തീ കത്തിച്ച് അടുപ്പുമ്മ കയറ്റിയിട്ടുണ്ട്. 2 വിസില് നമുക്ക് ഫുൾ തീയിൽ തന്നെ വെച്ചിട്ട് ആക്കാം. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടാ. ഇനി നമുക്ക് നാളികേരാണ്, അത് 2 പിടി നാളികേരാണ് കേട്ടോ നമുക്കിത് ചെരുകി വെക്കണേ. അതിലേക്കുണ്ടല്ലോ എന്താക്കിയ ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ്. ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടാ. 2 വിസിൽ വന്നു, നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പൊ ഇത് നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അത് ഇതേപോലത്തെ ഒരു ഗ്ലാസ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പും പൊടിയാണ്. ഉപ്പും പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് നോക്കിയേ, ഇത്രയും ഉപ്പും പൊടി ഒരു എന്താ പറയുക 1/4 ടീസ്പൂണ് ഉണ്ടാവില്ല, അത്രയും കുറവാണ് നമ്മൾ എടുക്കണ്ടോ. അപ്പം ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് ജീരകം, പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ കുഞ്ഞ് ചെറുള്ളി ഉണ്ടല്ലോ അത് നുറുക്കിയത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ആവശ്യത്തിന് വെള്ളം കുറച്ചീശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ പൊടി നനച്ചെടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് അരിപ്പൊടിയിലേക്ക് ഇത്ര അളവ് വെള്ളം എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ കുറച്ചീശെ ഒഴിച്ച് വേണം ആക്കി നനച്ചെടുക്കാനായിട്ട്. ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നനവ് ചെല്ലേണ്ട രീതിയിൽ തന്നെ നമ്മളിങ്ങനെ നനച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ നോക്കി നമ്മൾ പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പൊടി നനച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്താം, കണ്ട. ഇപ്പൊ ഇതല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക, കണ്ട. എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ പൊടിയിടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അളവിട്ട്. അതായത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കണം. അപ്പം ഇങ്ങനെ അമർത്തി കഴിഞ്ഞാലോ ഇങ്ങനെ പൊടിയും വേണം. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു എന്നുള്ളൂ കേട്ടാ. ഇപ്പൊ നോക്കിയാൽ നമ്മൾ പൊടി നനച്ചപ്പോൾ നോക്കിയാൽ തീരെ കട്ടകളൊന്നുമില്ല. പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്താ തീ കത്തിച്ച് നമ്മുടെ പുട്ടുംകുറ്റി അടുപ്പമ്മ കയറ്റിയിട്ടുണ്ട്. ഈ പുട്ടുംകുറ്റിയിലുണ്ടല്ലോ ഈ ഒരു
എക്ക് പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ എക്കൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ പാത്രത്തിന്റെ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള ഈ പാത്രം അടുപ്പമ കയറ്റാനായിട്ടാ. അപ്പൊ ഞാനിതിലിപ്പോ ഇത്രയും ഭാഗം 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ അടുപ്പമ കയറ്റിയിട്ടുള്ളത്. നമ്മുടെ ഈ പുട്ടുംകുറ്റിയിൽ ആവി വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ പുട്ട് ഇതിലേക്ക് ആക്കുള്ളൂ കേട്ടോ. അപ്പൊ ആ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ എന്താ പറയാ ചെറുപ്പയറിലത്തെ നോക്കിയ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നോക്കിയേ, ഇത് തുറക്കുമ്പോ ഇതേപോലെയാണ് ഇരിക്കുന്നത്. നമ്മള് ചെറുപ്പയറിന്റെ ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഉടക്കണം കേട്ടാ. ഇതേപോലെ നമ്മള് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനുണ്ടല്ലോ ഇതൊരു കലത്തിലേക്ക് മാറ്റാൻ പോവാ. അപ്പൊ ഇതാ തീ കത്തിച്ച് കലം അടുപ്പുമ്മ കയറ്റിയിട്ടുണ്ട്. ഈ കലത്തിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കും കേട്ടാ. നമുക്ക് വേണമെങ്കിൽ ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാട്ടാ. ഇവിടെ നമ്മളെ കലത്തിലാണ് നമുക്കിവിടെ കറികൾ വെക്കാൻ ഇത്തിരി താല്പര്യം. അതുകൊണ്ടാണ് നമ്മൾ കലത്തിലേക്ക് മാറ്റി വെക്കണേ കേട്ടാ. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. നോക്കിയാൽ നമ്മുടെ പുട്ടുകുറ്റീന്ന് ആവി പോയി തുടങ്ങി. നമുക്ക് പുട്ട് നിറയ്ക്കാം കേട്ടാ. അപ്പൊ നമ്മൾ ഈ കുറ്റി ആദ്യം എടുക്കണം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നാളികേരാണ് ഇട്ട് കൊടുക്കുക. നാളികേരൊക്കെ ഇവിടെ ഭയങ്കര കൂടുതൽ ഇഷ്ടമായിട്ട്. അപ്പൊ ഞാൻ ഇത്തിരി കൂടുതൽ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊടി നോക്കിയേ, കണ്ട എന്ത് രസമായിട്ട് നമ്മുടെ പൊടി. ഇനി വീണ്ടും കുറച്ച് നാളികേരം. വീണ്ടും നാളികേരം. തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. ഒപ്പം നമ്മുടെ ചെറുപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുണ്ടല്ലോ ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ കൂടെ തന്നെ നമ്മൾ നാളികേരം അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അത് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടാ. ഈ ഒരു അഴവാട്ടാ നമ്മുടെ കറിക്ക്. കുറെ കൂടുതൽ ഇങ്ങനെ വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മൾ മൂടി വയ്ക്കണില്ലേ, തുറന്ന് വെച്ച് തന്നെയായിട്ട് തിളപ്പിക്കണേ. നോക്കിയാൽ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ എന്താ തീ ഓഫ് ചെയ്തു കേട്ടാ. കണ്ട ഇതേപോലെ നല്ല അത്യാവശ്യം കട്ടി എന്നാൽ അധികം അഴവില്ലാത്ത രീതിയിലാണ് നമ്മുടെ കറി കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കണം. അപ്പൊ ഞാൻ ദാ തീ കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി അടുപ്പമ കയറ്റുന്നുണ്ട്. അപ്പൊ ദാ ചീനച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ചൂടാവണം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ആയിട്ട് ഇട്ട് കൊടുക്കണേ. 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ടിട്ടുള്ളത്. ഒപ്പം കൂടെ 2 വറ്റമുളക് നടുമുറിച്ചിട്ടുണ്ട്. 3 കതിര് വേപ്പില. നമുക്ക് തീ ഓഫ് ചെയ്തു. ഇത് നമ്മൾ നേരെ ഇതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഉണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചെറുപ്പയർ കറി റെഡി ആയി. കണ്ട അപ്പൊ നോക്കിയാൽ നമ്മുടെ പുട്ട് വെച്ച് ആവി വന്ന് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പുട്ട് വയ്ക്കുമ്പോൾ എപ്പോഴും തീ ആദ്യം ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് നന്നായി ആവി പോവാൻ തുടങ്ങുമ്പോൾ ഒരു മീഡിയം ലെവലിൽ നമുക്ക് തീ വെച്ചിട്ട് മാക്സിമം 5 മിനിറ്റ് ഇട്ടാ, അതിന് കൂടുതൽ വേണ്ട. അപ്പൊ നമുക്കിത് എടുക്കാം.
നോക്കിയേ നല്ല ഭംഗിയില്ലേ നമ്മുടെ പുട്ട് കാണാനായിട്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ പുട്ട് ഉണ്ടാക്കല് കഴിഞ്ഞു. ഞാൻ ആ തീ ഓഫ് ചെയ്തു കേട്ടാ. അപ്പൊ നമുക്ക് ആ ഒരു ഗ്ലാസ് പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നത് 5 കഷ്ണം പുട്ടാട്ടാ. ഈ നാളികേരം നോക്കണ്ട കേട്ടാ. ഇവിടെ നാളികേരം കുറച്ച് കൂടുതൽ നമ്മൾ പുട്ടിൽ ഇടണ കാരണമാണ് നാളികേരം മാത്രം ഇങ്ങനെ ഇടിഞ്ഞ് വിടുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും പുട്ടിൽ നന്നായി നാളികേരം ആവശ്യമാണ്. അത് കാരണം അതല്ല, നമ്മളിപ്പോ സാധാരണ 2 ടീസ്പൂണ് നാളികേരം മാത്രം ഇട്ടിട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ നാളികേരം നമ്മളിങ്ങനെ കുത്തുമ്പോൾ പൊടിഞ്ഞ് വീഴില്ല കേട്ടാ. ബാക്കി നമ്മുടെ പുട്ടിനോ ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടനെ വിളിക്കട്ടെ. വേണ്ട, അടിപൊളി സാധന, ബെസ്റ്റ് കറി. കേട്ടോ, എനിക്കൊരു കഷ്ണം പോരാ, അത്ര രസാ. കടലേരമാതിരി തന്നെ ഇതും നല്ല രസം തന്നെയാണ്. ചെറുപയറ് ഭയങ്കര രസം തന്നെയാ. അത് നിർത്തല്ലേ, നല്ല സോഫ്റ്റ് പുട്ടാട്ടാ അത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്